5 നേരം നിസ്കരിക്കുന്ന ഒരാൾ, 5 നേരം ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ്, എല്ലാവർക്കും നന്മകൾ വരട്ടെ, ഐ റെസ്പെക്റ്റ് ഇറ്റ്. അതേപോലെ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. 9 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നെ ആൾക്കാർ മല്ലു സിംഗ് എന്നാണ് വിളിച്ചത്, ഉണ്ണി മൂന്നല്ല. അവർക്ക് എൻ്റെ പേര് അറിയണ്ടായിരുന്നില്ല. അതാ മസലയാന്ന് എന്നെ ആദ്യം വിളിച്ചത് ലാൽ ജോസ് ചേട്ടനാണ്. അപ്പോൾ ഞാൻ കോടതി കയറി ഇറങ്ങുമ്പോൾ എനിക്ക് 28ആയിരുന്നു എൻ്റെ വയസ്സ്. ഞാനിപ്പോഴും പറയാണ്, ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ പാതിയും ഇപ്പോഴത്തെ ഒരു 28 വയസ്സുകാരന് ഫേസ് ചെയ്യാൻ പറ്റില്ല. 100 ഡേയ്സ് സെലിബ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പയ്യനിങ്ങനെ ചോദിക്കുക, അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളെ മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. ഈ ചെറിയൊരു എവിടെയോ കാണാത്തൊരു ചാനലിൻ്റെ വാർത്ത പിന്നെ എല്ലാ മെയിൻ സ്ട്രീം മീഡിയ കാണുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക്, ഒരു തെറ്റായ വാർത്തയ്ക്ക് സ്പ്രെഡ് ചെയ്യാൻ ഇത്ര മതി. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഈ മസിൽമാൻ എന്ന് പറയുന്നൊരു ഇമേജ്, അത് ഒരുപക്ഷെ ആക്ഷൻ രംഗങ്ങളോടുള്ള ഉണ്ണിയുടെ തീവ്രമായ ഒരു ആരാധനയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ എപ്പിടിയാനിലാണ് അതെടുത്ത് ഊരി മാറ്റിവെക്കുന്നത്. അതോടുകൂടി ഒരു സാധാരണ പ്രേക്ഷകർക്ക് ഉണ്ണി കുറച്ചും കൂടി എളുപ്പം അല്ലെങ്കിൽ സ്വീകാര്യനായി എന്നൊരു തോന്നൽ ഉണ്ണിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട്, അതായത് ഈ സിനിമ ഭയങ്കരമായിട്ട് ഞാനെന്ന് ആക്ടറിനെ സപ്പോർട്ട് ചെയ്ത സിനിമയാണ്. ദാറ്റ് ഈസ് ആ രംഗങ്ങളും പിന്നെ ആ സ്ക്രീൻ പ്ലേ, മൊത്തത്തിൽ ആ സിനിമ അത്തരമൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തന്നെ എനിക്ക് ആ ഒരു ഉണ്ണിക്ക് ഇങ്ങനത്തെ സിനിമകളോട് ഇഷ്ടമുണ്ടെന്ന് ഫസ്റ്റ് വന്നു. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ തുടങ്ങിയത് ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലാണ്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഒരുപാട് സിനിമകൾ, നമുക്ക് കിട്ടിയ വിജയങ്ങൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഇപ്പോൾ വിക്രമാദിത്യൻ്റെ മസലളിയൻ, അങ്ങനെ ആൾക്കാർ എന്നെ കുറച്ച് പേര് മസലയില എന്ന് വിളിക്കാറുണ്ട്. സോ ഈ കുറച്ച് ബോഡിയും ഇതൊക്കെയുള്ള ക്യാരക്ടേഴ്സിലൂടെ കുറച്ച് സക്സസ് കിട്ടിയതുകൊണ്ട് ഒരു വലിയ കൂട്ടം ഫിലിം മേക്കേഴ്സിന് തോന്നി ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ ഫോട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇനിയും അങ്ങനെ തന്നെ, ഞാനിപ്പോഴും എക്സസൈസും ജിമ്മൊക്കെ ഞാൻ അന്നും പറഞ്ഞില്ല, ഞാൻ അതൊന്നും വിടാൻ പോകുന്നില്ല. ബിക്കോസ് ആൾക്കാർ പലതും ചിന്തിക്കും. അപ്പോൾ ഞാൻ നോക്കുന്നത് ഞാൻ ആരോഗ്യകരമായിട്ട് ഇരിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. അപ്പോൾ അത് സിനിമയും ഇതുമായിട്ട്, അതായത് ഒരു നടൻ്റെ ആകാരഭംഗിയും അഭിനയവും തമ്മിലൊരു ബന്ധമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു പോയിന്റിൽ ചില ക്യാരക്ടേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് ഇത് കളയാനും ട്രാൻസ്ഫോം ചെയ്യാൻ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ വിഷ്ണു എന്നോട് പറഞ്ഞു, എടാ നീ കുറച്ച് ഇങ്ങനെ ഒരു സാധാരണ ഒരാൾ, ഞാൻ ഒരു സാധാരണക്കാരന് കുടവയറുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ സാധാരണക്കാരന് കുടവയറുണ്ടെന്ന് പറയരുത്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്കുണ്ടെന്ന് പറ. സാധാരണക്കാരൻ ഭയങ്കര ആരോഗ്യവാനാണ്, പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ നെറേറ്റീവ് അബൌട്ട് എ കോമൺ മാൻ തന്നെ സിനിമയിൽ റോങ്ങാണ്. അതിങ്ങനെ പറഞ്ഞ് സാധാരണക്കാരന് കുടവയറുണ്ട്, തടിയുള്ള ആൾക്കാരെന്ന് പറയുന്നില്ല. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത അനക്കമില്ലാത്ത ജീവിതശൈലിയുള്ള ആളെന്ന് പറ. എന്നാൽ ശരി ജയകൃഷ്ണൻ അങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിവേസ് എനിക്ക് മനസ്സിലായി അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിന്നെ ഒന്ന് പുറത്തെടുക്കാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആസ് എ ഡയറക്ടർ ഞാനെപ്പോഴും ഓർത്ത് വയ്ക്കും, വിഷ്ണുവിന് ആ ഇതുണ്ട്, ഞാൻ പറയാം യു ഷുഡ് ഹാവ് ഇറ്റ്. ബിക്കോസ് ശരിയാണ്, നീ എഴുതിയ കഥയിലാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത്, ഞാൻ കൺവിൻസ്ഡ് ആയത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന സിനിമകളിൽ എപ്പോഴെങ്കിലും ഒരു ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യും. ഉണ്ണിയുടെ കരിയറിനെ മാറ്റിമറിച്ച കുറേ സിനിമകളുണ്ട്. അതിന് മുമ്പുള്ള ചരിത്രം ഏതാണ്ട് എല്ലാവർക്കും വളരെ പരിചിതവുമാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മെപ്പടിയൻ കഴിയുന്നതിൻ്റെ പിന്നാലെ മാളികപ്പുറം എന്ന് പറയുന്നൊരു സിനിമ വരികയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ഉണ്ടാക്കിയ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ചിത്രമാണ്. അതിൻ്റെ വിജയം ഉണ്ണിയുടെ മനസ്സിൽ എവിടെയെങ്കിലും പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്നൊരു സാധനമാണ്. അത് സിനിമ എൻ്റെ അടുത്ത് ഞാൻ മണ്ഡലം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് വലിയൊരു, എത്ര വലിയ ഹിറ്റാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വലിയ ഹിറ്റായിരിക്കും, നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഒരു ഫാമിലീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു. ഡെഫിനറ്റ്ലി ഒരു അയ്യപ്പ ഭക്തന്മാരുടെ ഒരു വലിയൊരു സമൂഹത്തിന് ഇത്തരം ഒരു സിനിമ അവർക്ക് ഭയങ്കരമായിട്ട്, അപ്പോൾ ഞാൻ ഒരിക്കലും അതൊരു എന്താ പറയുക, ഇങ്ങനത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായി കണ്ടിട്ടില്ല. ഇപ്പോൾ വലിയ വിശ്വാസി സമൂഹം, വലിയ സമൂഹമാണ് അവർക്കൊരു സിനിമ. അതുപോലെ കേരളത്തിലെ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, എനിക്കത് ആക്ച്വലി ഭയങ്കര പ്രഷറായിരുന്നു. ബിക്കോസ് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമയെ നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവരിക, ദാറ്റ് ഈസ് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്യാതെ പിച്ച് ചെയ്യണം. എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ശബരിമലയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിൽ അറ്റൻറ്റീവ് ആയിരുന്നു. ഇത് നല്ല രീതിയിൽ തന്നെ വരണമെന്ന് ദൈവം സഹായിച്ചിട്ട് സിനിമ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഞാൻ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതിന് പ്രൊഡ്യൂസേഴ്സിന് നന്ദി, കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമ നല്ലതായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്ര വലിയ വിജയമായത്. ബിക്കോസ് ഒരു പരിധിക്ക് അപ്പുറത്ത് ഹിറ്റ് ആവണമെങ്കിൽ ഒരു സമൂഹത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ നിൽക്കുന്ന റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രം കണ്ട സിനിമയ്ക്ക് ഒരു പരിമിതി ഉണ്ട് അതിന്.
അപ്പോൾ നല്ല സിനിമ. ഞാനിപ്പോൾ പുറമെ ഞാൻ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്നെ അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഫാമിലീസ് എല്ലാവരും ഇത് കാണുമ്പോൾ ഉണ്ണി അതൊരു നല്ല സിനിമയായിരുന്നു, കുടുംബസമേതം എനിക്ക് കാണാൻ സാധിച്ചു, പോകണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഫീഡ്ബാക്ക് വരുമ്പോൾ യെസ്, ഇത്രയേ ഉള്ളൂ ഈ സിനിമയുടെ ഒരു ഉദ്ദേശം, അത് സാധിച്ചു. നല്ല സിനിമകളുടെ ഭാഗമായി മാറുകയാണ്. ഈ പറഞ്ഞ ആർക്കും ഉപദ്രവമില്ലാതെ എല്ലാവരും സ്വീകരിച്ചൊരു സിനിമയാണത്. യുനാനിമസ് ആണ് ആ മേപ്പടിയാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സമൂഹം മാത്രമാണത് കണ്ടിരുന്നെങ്കിൽ ഇത്തരം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒരിക്കലും ഉണ്ടായില്ല. കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണുന്നു, എല്ലാവരും പോയി കാണുന്നതിനകത്ത് ഒരു ജാതി മത വ്യത്യാസങ്ങളും ഒരു ഭേദങ്ങളുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമകളുടെ പേരിലെല്ലാം ആക്രമിക്കപ്പെട്ടത് ഉണ്ണിയാണ്. അത് ഈ പറഞ്ഞ പോലെ സേവാഭാരതി ആംബുലൻസ് തുടങ്ങി, അയ്യപ്പൻ്റെ മിത്ത് തുടങ്ങി, ഇങ്ങനെ നിരന്തരമായൊരു ഇത്തരം വിമർശനങ്ങളോട് ഒരു ഭയമുണ്ടോ ഉള്ളിൽ? ഭയം ഒരിക്കലുമില്ല, ഭയമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നുവെച്ചാൽ ബിക്കോസ് ഈ സിനിമകൾ ഭയങ്കര ഊഹാബോധങ്ങളുടെ പുറത്ത് വിവാദങ്ങളുണ്ടാവാണ്. ഇപ്പോൾ വിവാദങ്ങളെന്ന് പറഞ്ഞാൽ അതിലൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയം വരും. ദാറ്റ് ഈസ് ഞാനൊരു പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്തു, പിടിക്കപ്പെട്ടു, ഞാൻ ഇനി ആൾക്കാരെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഭയം വരും. ഇനി എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഇത് ഭയം വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു പ്രൊപ്പഗണ്ടയും ഒന്നുമില്ലാത്തത്. എന്നാൽ ചേട്ടൻ പറഞ്ഞ ഈ വിഷം വരും എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പെട്ടുപോകുന്നില്ലല്ലോ. ബിക്കോസ് ഞാനെന്ന നടനെക്കുറിച്ച് പിന്നെ വർത്തമാനങ്ങളില്ല, ഞാനെന്ന പ്രൊപ്പഗണ്ട ആർട്ടിസ്റ്റായി മാറി, ഞാനൊരു ഹിന്ദുത്വവാദിയായി മാറി. ഇതിലൊന്നിലും എനിക്ക് എതിർപ്പൊന്നുമില്ല. ബിക്കോസ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് കുറേ ഒക്കെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പൊളിറ്റിക്കൽ സ്പേസിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഓപ്പണായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡെവലപ്മെൻറ്റ്, ഞാൻ കണ്ട ഡെവലപ്മെൻറ്റാണ്. ഞാനിത് വിചാരിക്കുന്നത് ഇത് പ്രധാനമന്ത്രി ഒരു പാർട്ടി ബേസ്ഡ് അല്ല, ഒരു ജനകീയമായൊരു ഒരു തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ പോസ്റ്റ് ഇടുകയാണ്. ഇതിൽ ഞാൻ ഈ പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഞാനിട്ട ഒരു ബർത്ത്ഡേ പോസ്റ്റ് ആട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്ന്. എല്ലാവരും ചെയ്യുന്നുണ്ടത്. ഞാൻ കേട്ടത് ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്ന സ്ലീപ്പർ സെല്ലിൽ ഒരാളാണെന്നാണ്. അതിലും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കോമഡി നാളെയാണ് ഇടി പിടിച്ചകത്താക്കിയത്. അപ്പോൾ അല്ല, അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. ഒരമ്മ, ഒരു പെറ്റമ്മ അമ്മ അങ്ങനെ ഒരു മകനെ ഓർത്ത് നീ സിനിമ വിട്ടു പോകണം എന്ന് പറയുന്നിടത്തേക്ക് ഒരു കഥ എത്തിച്ചെങ്കിൽ ഈ സ്ലീപ്പർ സെല്ലിന് എന്ത് വാല്യൂ ആണെന്നുള്ളത് ആളുകൾ പ്രേക്ഷകർ മനസ്സിലാകട്ടെ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ചില കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇവിടുത്തെ ഒരു പോപ്പുലർ ബിലീഫ് അല്ലെങ്കിൽ പോപ്പുലർ സിസ്റ്റത്തിന് എതിരായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാം, ആണെങ്കിലും എന്താ, ശരി ഓക്കെ, ആണെങ്കിലും എന്താ, ഒരാൾക്ക് അയാളുടെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ലേ, അല്ലെങ്കിൽ അയാൾക്ക് ചിന്തിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ 10 പേര് ഇപ്പോൾ 100 പേര് മുറിയിലിരിക്കുമ്പോൾ 90 പേർക്ക് ഉള്ള ചിന്തയായിരിക്കണം ബാക്കിയുള്ള 10 പേർക്കും എന്ന് വാശി പിടിക്കാൻ പാടും. ഇതിൻ്റെ പേരിൽ വേറെ ഒരു ദാറ്റ് ഈസ് സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കാണോ പേടി, നിങ്ങൾക്കാണോ പേടി? എൻ്റെ ചോദ്യങ്ങൾ എപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതെല്ലാം ഒരു സിനിമ ആസ്പദമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം ഫുൾ സൈലൻസാണ്. ബിക്കോസ് ഈ സിനിമ ഇറങ്ങുന്ന വരെ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. പിന്നെ ഊഹാബോധങ്ങളും പിന്നെ ജീവിച്ചു പോകാൻ വേണ്ടി കുറേ ഇപ്പോൾ കുറച്ചൊക്കെ എന്നെ ബാധിച്ചത് ഈ ഓൺലൈനിൽ വരുന്ന ഒരു സെക്ഷൻ ഓഫ് യൂട്യൂബിങ് സമൂഹം. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിങ്ങിനോടല്ല പ്രശ്നം, ഇവർ ഹാൻഡിൽ ചെയ്യുന്ന ഈ മീഡിയ ഉണ്ടല്ലോ, ഇത് എത്രത്തോളം പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. 10 ലക്ഷം പേര് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഊഹാബോധങ്ങൾ പറയുമ്പോൾ ഇതൊരു നെറേറ്റീവായി മാറി മേപ്പടിയാനിൽ തുടങ്ങിയ പ്രശ്നമാണ് മാളയപുരത്തിൽ ഇറക്കുന്നത്. അവൻ പണ്ടേ സേവാഭാരതി കാണിച്ചതാണ്. അപ്പോൾ ശബരിമല പോകാൻ പാടില്ലേ? ഞാൻ സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പോവും. നിങ്ങൾക്ക് ചിലപ്പോൾ പോവാതിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ സിനിമയായിട്ട് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിലീജിയസ് സിനിമയായിട്ട് കാണാം, എല്ലാം ശരിയാണ്. പക്ഷേ അതിന് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരാളെ വേദനിപ്പിക്കുന്നത്, ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ് പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നത് നിങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 1-2 പേര് അത് വിശ്വസിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഉണ്ണിക്ക് ഇതിന് വല്ല ആവശ്യമുണ്ടോ എന്താണ്. ഞാൻ ചേട്ടാ എന്ത് ചെയ്തിട്ടാണ്? മറുപടിയില്ല. പിന്നെ അത് എങ്ങനെ ഒരു റൗണ്ട് അബൌട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവരെയും കുഴപ്പമില്ല. പോപ്പുലർ മീഡിയ ഇപ്പോൾ ജയശ്രീറാം വിളിക്കാത്തവർ എൻ്റെ സിനിമ കാണരുതെന്ന് മെയിൻ സ്ട്രീം മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇത് എഡിറ്റഡ് സാധനം വരിക. അപ്പോൾ ഞാൻ ചേട്ടാ ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ ജയശ്രീറാം വിളിച്ചിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനൊന്നുമില്ല. ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ജയ് ശ്രീറാമാണ്. അത് പ്രൈസ് ദ ലോർഡും അല്ലാഹു അക്ബറും പറയുന്ന പോലെ ഒരു റിലീജിയസ് രീതിയിൽ, ദാറ്റ് ഈസ് വിശ്വാസി സമൂഹം, ഒരു വലിയ വിശ്വാസി സമൂഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന
ഇവരെന്ന് പറയുക ഇറ്റ്സ് ലൈക്ക് എ ചാൻറ്റ്, ഒരു ശ്ലോകമാണ്. നിങ്ങൾക്ക് ഇതിനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളിതിനെ ഒരു തീവ്രമായ ഹിന്ദു എന്താ പറയുക എന്തോ എന്നൊക്കെ നിങ്ങളതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തുകൊണ്ട് ഹനുമാൻ സ്വാമി ഒരു ഏതോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ പോസ്റ്റർ ബോയ് ആയിട്ട് നിങ്ങൾ വർഷങ്ങളോളമായിട്ട് പറഞ്ഞ് നിങ്ങൾ മറന്നു ദാറ്റ് ഇത് ഒരു വിശ്വാസി സമൂഹം ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമാണെന്നും ജയ് ശ്രീറാം എന്ന് പറയുന്നത് ജയ് ശ്രീറാം എന്ന് മാത്രമാണെന്നും ഉള്ളൂ. ഇതിൽ വേറെ ഒരു സമൂഹത്തിനെ ഞാൻ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒന്നുമില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന പേരിൽ, അതും കേരളത്തിലെ സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിൽ എനിക്ക് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലെന്നും ചിന്തിക്കുന്നത് തെറ്റാണ്. അത് കൈൻഡ് ഓഫ് ബുള്ളിങ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, നിങ്ങൾ ആസ് പെർ നോർമൽ സ്പേസിൽ ഇവിടെ കൂടുതൽ പേര് ഇതിന് എതിരായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ സംഗീതം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഒഫൻഡഡ് ആവും. ഐ ഡോണ്ട് തിങ്ക് ഇത് ബിക്കോസ് ഒരു ഹിന്ദു ആചാരങ്ങൾ ഫോളോ ചെയ്ത ആൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഹിന്ദു ആചാരങ്ങളും മെയിൻ സ്ട്രീം പൊളിറ്റിക്സും വേറെയാണ്. നിങ്ങളത് ആദ്യം അത് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് നിങ്ങൾ പൊളിറ്റിക്സ് സംസാരിച്ച് പെട്ടെന്ന് ഹിന്ദു ആചാരങ്ങളും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുകയാണ് അറിയാതെ. ഞാൻ പറയുന്നത് ഇതിൽ ഞാൻ പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സിനിമയിൽ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾ അവനപ്പം തന്നെ എന്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എത്രയോ സിനിമകൾ എത്രയോ ആൾക്കാർ എന്നെക്കാളും വലിയ സൂപ്പർ സ്റ്റാർ ഇത് ചെയ്തിട്ടുണ്ട്. SDP-യുടെ ആംബുലൻസ് ഇവിടെ ഓടിയിട്ടുണ്ട്. ഇതൊന്നും വിഷയമില്ല. ഞാൻ എന്തിനാ ഇതിനെ സംസാരിക്കണമെന്ന് വെച്ചാൽ ഐ ഫീൽ ഇറ്റ് വാസ് ഓൾ റോങ്. ഭയങ്കര അൺജസ്റ്റിഫൈഡ് ആയിരുന്നു ആൻഡ് പുവർലി ഹാൻഡിൽഡ്. ഒരു 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 മീഡിയയിലും പോലും ഇങ്ങനെ ഇത് ശരിയല്ലല്ലോ എന്ന് ആരും പറഞ്ഞില്ല. എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് അതങ്ങനെ നീ എന്തിനാ അതിന് ഇത്രയും ഇത്രയും കൊടുക്കുന്ന വെച്ചാൽ എനിക്ക് വിഷമമായതുകൊണ്ടോ അല്ല. ഒരു കാര്യമുണ്ട്, ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എല്ലാം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു നിലപാട് വരും. ഓക്കെ, ഈ രാജ്യം നന്നാവണമെങ്കിൽ ഇന്ന ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യാം. അപ്പോൾ ചേട്ടന് വേറെ അഭിപ്രായമായിരിക്കും, എനിക്ക് വേറെ അഭിപ്രായമായിരിക്കും. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഈ രാജ്യം നന്നാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഇതിങ്ങനെ റൈറ്റ് സൈഡ് പോയാലാണ് ശരി, നിങ്ങൾ വിശ്വസിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് പോയാലും ശരി, പോയിക്കോളൂ. പക്ഷേ ഈ പോകുന്ന വഴിക്ക് തെറി പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ നാളെ ഈ പോകുന്ന വഴിയിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആ വഴിയിൽ നിന്ന് മാറി പോകാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്തും ചെയ്യാം. ബിക്കോസ് അടിസ്ഥാനപരമായിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയുടെ പൊളിറ്റിക്സ് എന്താണ്, ഉണ്ണി എന്താണ് ആഗ്രഹിക്കുന്നത്, ഉണ്ണി അടുത്ത ഇപ്പോൾ പ്രചാരണത്തിലും അല്ലെ എന്താ ഞാനതായിരുന്നല്ലോ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ എഴുതി. ഇപ്പോൾ എല്ലാ മീഡിയാസ് ഞാൻ പറയുന്നത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളെല്ലാവരും പറഞ്ഞു ഉണ്ണി ആയിരിക്കും അടുത്ത സ്ഥാനാർത്ഥി. ഉണ്ണി സ്ഥാനാർത്ഥിയല്ല, അതൊരു തെറ്റായ വാർത്തയായിരുന്നു, ആരും ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ സംഭവം, ആരെങ്കിലും സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ട് പിന്നെ സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഭയങ്കര ഡിസ്ക്രീറ്റ് കാര്യങ്ങളാണ്. ഞാൻ എന്താ പറയണമെന്ന് അറിയോ, ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് ഇല്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് ആദ്യം ദൂരദർശൻ്റെ ന്യൂസും അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൻ സ്ട്രീം ചാനൽ ആൻഡ് പേപ്പർ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യവും അതിൻ്റെ പ്രഷറിൽ മെയിൻ സ്ട്രീം മീഡിയാസ് അത് എയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് അല്ല മറ്റേ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് സാറ്റലൈറ്റ് ചാനൽ പോലും ഇല്ല, നിങ്ങളുടെ ഒന്നുമില്ല, ഏതൊരു പയ്യൻ പോകണം. എനിക്ക് ഉണ്ടായ സംഭവം എന്താ അറിയോ, ഞാൻ എൻ്റെ 100 ഡേയ്സ് സെലിബ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ ചോദിക്കുക അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളെ മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഈ പുള്ളിയുടെ ഒരു ടൂൾ ഉണ്ടല്ലോ കയ്യിൽ, ദാറ്റ് ഈസ് മീഡിയ, അത് വെച്ചിട്ട് അടിക്കാൻ ഉണ്ണിമുകുന്ദൻ. അപ്പോൾ ഈ ചെറിയൊരു എവിടെയോ കാണാത്തൊരു ചാനലിൻ്റെ വാർത്ത പിന്നെ എല്ലാ മെയിൻ സ്ട്രീം മീഡിയ കാണുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഒരു തെറ്റായ വാർത്തയ്ക്ക് സ്പ്രെഡ് ചെയ്യാൻ ഇത്ര മതി. നാളെ എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്നിട്ട് കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയിപ്പിക്കാം. നമ്മളതിലേക്കൊന്ന് പോകാത്തതെന്ന് വെച്ചാൽ ഐ തിങ്ക് കേരളത്തിലെ ഓഡിയൻസ് ഭയങ്കര മെച്ചോർഡാണ്. ദയവ് ചെയ്ത് ഈ യൂട്യൂബ് വാർത്തകളൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ കല്യാണത്തിനെ കുറിച്ചും എൻ്റെ ഇതിനെക്കുറിച്ചും എല്ലാം ഓരോ ദിവസവും ഇങ്ങനെ പറയാം. അപ്പം ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഉണ്ണി ഇതൊക്കെ നോക്കി ഇരിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാനൊരു പബ്ലിക് ഡൊമൈനിലും ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ 100 പേരുണ്ട്, 90 പേര് മിണ്ടാണ്ടിരിക്കും, 10 പേരൊന്ന് ചോദിക്കും ഈ വാർത്ത ശരിയാണോ. ഒരാൾ എനിക്ക് ഭയങ്കര മാറ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും.
ഇത്രയും വർഷങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരു സഹപ്രവർത്തകർ തന്നെയാണ്. അത്തരത്തിലൊരു സപ്പോർട്ട് ഉണ്ണിക്ക് കിട്ടിയിട്ടുണ്ടോ? അത് ഉണ്ണി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ അത്? ഇല്ല ഞാനങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര എല്ലാവർക്കും ഇതൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നിഗ്ലക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഫീഡ്ബാക്ക് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പുവർ ഫീഡ്ബാക്ക്. അല്ലല്ല പോസിറ്റീവ് അല്ല, ഭയങ്കര പുവറാണ്. ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. നോക്കണ്ടെന്ന് പറയും. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്താ നടക്കണമെന്ന് ചൂണ്ടിക്കാണിക്കണം. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാധ്യമധർമ്മം എന്ന് പറയുമ്പോഴും ആ ധർമ്മത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ മിനിമം ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഒരു വലിയൊരു ചാനലാണ്, അവർക്കറിയാം ഇത് റോങ് ആയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് സൊസൈറ്റിനെ എതിരിൽ ബാധിക്കും. യു ഷുഡ് ടേക്ക് എ സ്റ്റാൻഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ അസോസിയേഷൻ എല്ലായിടത്തും അസോസിയേഷനാണ്. പക്ഷേ ഈ അസോസിയേഷനിലെല്ലാം ജനറൽ ബോഡി മീറ്റിങ്ങും അല്ലാതെ അല്ലെങ്കിൽ ഈ പെൻഷൻ പരിപാടികൾ ഡിസ്കസ് ചെയ്യാനല്ലാതെ ഈ സോഷ്യൽ സ്പേസിലുണ്ടാകുന്ന ദാറ്റ് ഈസ് മീഡിയ കാരണം ചീത്ത വാർത്തകൾ ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? 5 വർഷം മുന്നേ ഇട്ട അതേ ഫോട്ടോ ഇന്നും റിപ്പീറ്റ് ചെയ്യപ്പെടും. വലിയ വലിയ നടന്മാർ ഇതാ മരിച്ചു എന്ന് വാർത്തകൾ ഫ്ലോട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ മീഡിയത്തിലൂടെയാണ്. അപ്പോൾ ഈ മീഡിയത്തിന് ഉള്ള പോസിറ്റീവ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ആ നടൻ്റെ വീട്ടിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്തായിരിക്കും? ഒരു തെറ്റായ വാർത്ത. ഇപ്പം ഞാൻ കോടതി കയറി ഇറങ്ങുമ്പോൾ എനിക്ക് 28ആയിരുന്നു എൻ്റെ വയസ്സ്, 28. ഞാൻ അന്ന് തീരുമാനിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്തു വന്നിട്ട് വേണം എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ. ഞാനിപ്പോഴും പറയുകയാണ്, ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ പാതിയും ഇപ്പോഴത്തെ ഒരു 28 വയസ്സുകാരന് ഫേസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ എനിക്കൊന്നും എന്താ ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ശക്തി തരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. സിനിമകൾ കിട്ടി. ഐ തിങ്ക് എനിക്ക് ഉണ്ടായ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കലീഗ്സ്, ടെക്നീഷ്യൻ എല്ലാവരും എന്നെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയില്ല എന്ന് പറയാം. ഇനി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇപ്പം സംഘടനകൾ, ഇപ്പോൾ ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ഒരുപക്ഷെ അവരുടെ ഒരു പൊതുയോഗങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഈ ഇൻഷുറൻസ് സ്കീമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ താരങ്ങളെ ബാധിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ കൂടി അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിനകത്തൊരു ശ്രദ്ധ വേണമെന്നുള്ളതാണ്. അത് ഉണ്ണി അടുത്ത അമ്മയുടെ മീറ്റിങ്ങിൽ പറയാൻ തയ്യാറാകണം. അമ്മ അസോസിയേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമല്ല ഇത്. അല്ല, അമ്മയെന്നല്ല, എല്ലാ അസോസിയേഷനും. ഇപ്പം ഞാൻ പെർട്ടിക്കുലർലി അമ്മ പറയാൻ പറഞ്ഞു യു റെപ്രസെൻ്റ് അമ്മ, അത് ആ രീതിയിലാണ് അതിനെ പറഞ്ഞത്. അർത്ഥത്തിലേ ഉള്ളൂ. അതിനൊക്കെ എല്ലാ സംഘടനകളും, പ്രൊഡ്യൂസർ അസോസിയേഷൻ, തിയേറ്റർ ഉടമകൾ, എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമയുടെ റിപ്പോർട്ടുകൾ വരിക അല്ലെങ്കിൽ ഇപ്പോൾ റിവ്യൂ, ഇപ്പോൾ അമിസ്കസ് ക്യൂറി, എന്തുകൊണ്ട് ഇപ്പോൾ കോടതിയൊക്കെ ഒരു സിനിമ റിവ്യൂവിനെ കുറിച്ച് ചിന്തിക്കുന്നത് വെച്ചാൽ അത്രയും ബാധിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ. ഇത് ഒരു സിനിമ തുടങ്ങുമ്പോൾ ചുരുങ്ങിയത് 100 പേര് അല്ലെങ്കിൽ 100 ഫാമിലീസാണ് ഇതിൽ ഇൻവോൾവ് ആകുന്നത്. 100 ടെക്നീഷ്യൻസാണ്. ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ ഒരു 102 മാക്സിമം 150 അല്ലെങ്കിൽ 110 ആൾക്കാരുണ്ടാവും. 110 ആൾക്കാരെന്ന് പറഞ്ഞാൽ 110 കുടുംബങ്ങളാണ്. നിങ്ങൾ മിനിമം ബൈ 4 മൾട്ടിപ്ലൈ ചെയ്ത ഒരു 400 ആൾക്കാർ ഡയറക്റ്റ്ലി എഫക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസറിന് പൈസ കിട്ടിയില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒന്ന് രക്ഷപ്പെടാനെന്ന് പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കുറച്ച് ബാക്കിലോട്ട് പോകും. അപ്പോൾ ഈ മോശം സിനിമ പരാജയപ്പെട്ടതിൻ്റെ പേരിലൊന്നുമില്ല. പക്ഷേ ഒരു സിനിമയ്ക്ക് ഒരു ബേസിക് പ്രൈമറി ഓഡിയൻസിലേക്ക് എത്തുക എന്നൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ പ്രൈമറി ഓഡിയൻസ് പറഞ്ഞാൽ സിനിമ റിലീസിന് ദിവസം വരുന്ന ഓഡിയൻസ് അല്ല ഈ പ്രൈമറി ഓഡിയൻസ്. ഒരു കുടുംബ ചിത്രത്തിന് ചിലപ്പോൾ 3 ദിവസം എടുക്കും ഒന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഫാമിലിയിലേക്ക് എത്തിപ്പെടാൻ. ഒരു ഫാമിലി ഓഡിയൻസ് എന്ന സിനിമയെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വേറെയാണ്. ഒരു യൂത്തിനെ ബേസ് ചെയ്ത സിനിമ മാർക്കറ്റ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വേറെ. ബിക്കോസ് യൂത്തിനെ ഇന്ന് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള മാർക്കറ്റിംഗ് മതി. ഫാമിലീസിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ബിൽ ബോർഡ്സ്, വേറെ TV ഓഡിയൻസ്, പേഴ്സണൽ വിസിറ്റ്സും. സോ ഈ 2 സിനിമകളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തന്നെ വേറെയാണ്. ഇതിനപ്പുറത്ത് വലിയൊരു സിനിമ, ദാറ്റ് ഈസ് ഒരു ലാൽ സാറിൻ്റെ ഒരു 40 കോടി മുടക്കിയ അല്ലെങ്കിൽ 50 കോടി മുടക്കിയ സിനിമകൾ വരുമ്പോൾ മോഹൻലാൽ എന്ന ബ്രാൻഡ് ഇറ്റ്സെൽഫ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. എന്നിട്ടും ഒരു വലിയ രീതിയിൽ അതിനെ റൺ ചെയ്യാനുള്ളൊരു ഒരു മെക്കാനിസം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഇവരോട് ഒന്ന് നോക്കിയിട്ട് റിവ്യൂ ചെയ്യാൻ പറയുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾ റിവ്യൂയിങ്ങിൻ്റെ രീതിയല്ല. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ആൾക്കാരെ കളിയാക്കി വിളിക്കും. അപ്പോൾ ഈ കളിയാക്കുകൾ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റാണ്. അതിൽ സാധാ റിവ്യൂ പറയുമ്പോൾ ആൾക്കാർ കേൾക്കാനില്ല, ഒരു ചെറിയ ഗോഷ്ടി കാണിക്കുക, കുറച്ച് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ആൾക്കാർ അതിനെ ഫണ്ണായിട്ട് എടുക്കും, അവിടെ ട്രാക്ഷൻ കൊടുക്കും. അപ്പോൾ റവന്യൂ ഡെവലപ്പ് ആകും. റവന്യൂ ഡെവലപ്പ് ആകുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു മുറിയിൽ ഇരുന്നിട്ട് ഇവന് ഡെയിലി ഒരു റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ ഒരു 1000, 2000, 3000, 10000
ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രാക്ഷൻ അരി മേടിക്കാൻ പറ്റും. വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ഒരു മോഹൻലാലിനെ അല്ലെങ്കിൽ വലിയ വലിയ നടന്മാരെയും കളിയാക്കിയിട്ട് അല്ലെങ്കിൽ വിവാദം ഇല്ലാത്ത വിവാദങ്ങൾ, അപ്പോൾ സ്പെക്കുലേഷൻ. ഇനിയിപ്പോൾ കോണ്ടൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഒരേപോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ ഊഹാബോധങ്ങളൊക്കെ വരും. ഞാൻ ഉണ്ണിമൂന്നൻ കറുപ്പിട്ട് നടന്ന് പോയപ്പോൾ എനിക്ക് തോന്നിയത് അത് അത്ര ശരിയല്ലെന്ന്. അപ്പോൾ പണ്ട് അയാൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ സംഭവം? പിന്നെ അതിനൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയുള്ള ഒരു നിങ്ങൾ ഞെട്ടും എന്ന് പറയുന്ന സംഭവം, എന്തെങ്കിലും സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഭയങ്കര കൗതുകത്തോടെ കാണാൻ തുടങ്ങി. ഞാനിത് പണ്ട് ഞാൻ എഫക്റ്റഡ് ആവാത്തവരെ ഞാൻ മിണ്ടാണ്ടിരുന്നു. അതാണ് എൻ്റെ ഭാഗത്തുള്ള തെറ്റ്. ദാറ്റ് ഈസ് എനിക്കൊരു ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ ഇത്ര സംസാരിക്കാൻ തുടങ്ങിയത്. ഇതാണ് എൻ്റെ ഭാഗത്തുള്ള ആകെ തെറ്റ്. ഐ ഷുഡ് ഹാവ് സ്പോക്കൺ വെൻ വൺ ഓഫ് മൈ കലീഗ് വാസ് എഫക്റ്റഡ്. അവൻ്റെ ഏതോ സിനിമയുടെ സമയത്ത് ഞാൻ മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ചേട്ടൻ പറഞ്ഞല്ലോ, ഉണ്ണിക്ക് പ്രശ്നം വന്നപ്പോൾ ആരും മിണ്ടിയില്ല, അല്ലെങ്കിൽ മേ ബി അത്രയും ഓപ്പണായിട്ട് ആൾക്കാർ വന്ന് സംസാരിക്കുക. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പക്ഷേ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കണ്ടെത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നല്ല സിനിമകൾ ചെയ്യുക, ജനങ്ങളുടെ ഇടയിലേക്ക് സിനിമ കൂടുതൽ എത്തിക്കാൻ നോക്കുക. നല്ല സിനിമയാണെങ്കിൽ കേരളത്തിലെ സമൂഹം ഒരു ഇതും വേണ്ട, അത്രേ ഉള്ളൂ. അതിനിപ്പം ഉണ്ണിമൂന്നനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഒന്നും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല സിനിമയാണെങ്കിൽ അതെ. ഞാനത് പറഞ്ഞു, ഞാൻ മല്ലു സിംഗ് ഇറങ്ങിയപ്പോൾ ആ സിനിമ വലിയ വിജയമായിരുന്നു. ഞാൻ 9 മാസം കഴിഞ്ഞത് അറിയുന്നത് ഇത് വലിയൊരു സിനിമ, ഹിറ്റ് സിനിമ. സിനിമ ഇപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അതാണ് അതിൻ്റെ ഒരു വിഷമം. ഈ മാളികപ്പുറം എന്ന് പറയുന്നത് ഒരുപക്ഷെ തിയേറ്ററിൽ കളക്ഷനിൽ സൂപ്പർ സ്റ്റാർങ്ങളിലൊക്കെ കിട്ടിയതിനേക്കാളൊക്കെ മോളി വന്നൊരു പടമാണ്. സാധാരണഗതിയിൽ ഒരു പടത്തിനൊരു താരത്തിന് അത്തരം ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ബഹളമാണ്. അങ്ങനെ ഒരു നാടാണ് മലയാള ഇൻഡസ്ട്രി. പടപടാ സിനിമ. പക്ഷേ അതിന് 1.5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ജയ് ഗണേഷ് എന്ന് പറയുന്ന പടം കമ്മിറ്റ് ചെയ്തത്. അതിലേക്ക് ചെറിയ പടങ്ങൾ ചെയ്തില്ല എന്നല്ല. ഇപ്പം തോൾട്ട്മാൻ ചെയ്തു, ബ്രോഡ് ആഡ് ചെയ്തു, എല്ലാം ചെറിയ ഇവൻ പിന്നെ ജയരാജൻ്റെ സിനിമകൾ ചെയ്തു, അതൊക്കെ ചെയ്തു. ഇവൻ അരുൺ ബോസിൻ്റെ വേണ്ടിയും അതൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ അങ്ങനെയല്ല. 1.5 വർഷങ്ങൾ ഈ ഇത്രയും സെലക്റ്റീവ് ആവുന്നത് എന്തിനാണ്? ആക്ച്വലി ഇപ്പം മറ്റ് സിനിമകളെല്ലാം ഈ കോവിഡ് കാലത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്ത സിനിമകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. മാളികപ്പുറത്തിന് ശേഷം എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും എൻ്റെ മെൻറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഭയങ്കരമാണെങ്കിലും എനിക്ക് ചെറിയൊരു സംശയം എന്ന് വെച്ചാൽ ഒരു നല്ല സിനിമ, അതായത് വലിയൊരു സമൂഹം എന്നിലേക്ക് തിരിച്ചു വന്നെന്ന് എനിക്ക് തോന്നി. കുട്ടികൾ, എൻ്റെ പേരറിയാത്ത കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ അയ്യപ്പാന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പിന്നെയും പേടിയാണ്. ഇതാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ്, ഞാൻ 9 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നെ ആൾക്കാർ മല്ലു സിംഗ് എന്നാണ് വിളിച്ചത്, ഉണ്ണിമൂന്നല്ല. അവർക്ക് എൻ്റെ പേര് അറിയണ്ടായിരുന്നില്ല, ആർക്കും എൻ്റെ പേര് അറിയില്ല, മല്ലു സിംഗ് എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ വിക്രമാദിത്യം കഴിഞ്ഞപ്പോൾ എന്നെ എനിക്കൊന്ന് ലാൽ ചേട്ടൻ മസാലയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആ മസാലയിലാന്ന് എന്നെ ആദ്യം വിളിച്ചത് ലാൽ ജോസ് ചേട്ടനാണ്. ആ വിളി കണ്ടിട്ട് ഞാൻ ചിരിച്ചപ്പോൾ എന്നാൽ പിന്നെ നിന്നെ സിനിമയിൽ ഇങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ വേണ്ട ചേട്ടാ, അത് മസാല ഇത് വേണ്ട, ഇല്ല നല്ലതാടാ, നിനക്ക് സൂട്ടാവുന്ന മസാലയിൽ നിന്ന് വിളിക്കാണ്. അതേ സെൻസിലാണ് പറഞ്ഞത്. ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം, ഞാൻ പറയുന്ന നാഷണൽ അവാർഡിനേക്കാളും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരിൽ അയാൾ അറിയപ്പെടുക എന്നാണ്. ഞാൻ ഈ സിനിമയിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ അയ്യപ്പനാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഒരു നന്മ ആ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ആൾക്കാർ എന്നോട് കാണിക്കുന്ന സമീപനം, അതിനെല്ലാത്തിനും പുച്ഛിച്ചുകൊണ്ട് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എന്നെ മോശം പറയുമ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലും സംസാരിക്കുന്ന രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ എന്നൊക്കെ വന്നപ്പോൾ എനിക്കുണ്ടായ ഭയങ്കര വിഷമമായിരുന്നു. ആ സ്ട്രെസ്സിൽ ഞാൻ തീരുമാനിച്ചത് നല്ല സിനിമ ചെയ്താൽ മാത്രമേ എനിക്ക് ചിലപ്പോൾ ഈ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ക്വാളിറ്റി കണ്ടൻറ്റിനെ എനിക്ക് കൂടുതൽ ആവശ്യത്തോടെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ സിനിമ കാണുന്ന ധൈര്യത്തോടെ പറയാൻ പറ്റും. ഞാനിന്ന് ഇപ്പോഴും പറയാണ്, എൻ്റെ കരിയറിൽ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ് ഗണേഷാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, സിനിമ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും പറയണം, അത് വേറെ ഓവർ കോൺഫിഡൻസ് അല്ല. ഒരു 10-12 വർഷം സിനിമയിലുണ്ടായി. എനിക്കുണ്ടായ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല സ്ക്രീൻ പ്ലേ ആണ്. രഞ്ജിത് ശങ്കർ ചിലപ്പോൾ ഇതിനേക്കാളും മികച്ച സ്ക്രീൻ പ്ലേ നാളെ എഴുതും, ഡയറക്റ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഈ മൊമെൻറ്റിൽ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ആൻഡ് എനിക്ക് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ എൻ്റെ കരിയറിൽ നമ്മളൊരു നെക്സ്റ്റ് ലെവൽ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് നടൻ എന്ന രീതിയിൽ മാത്രമല്ല, എൻ്റെ ഒരു ഓവറോൾ കോൺഫിഡൻസ് ലെവൽ, ഓക്കെ നല്ല രീതിയിൽ സിനിമ പ്രൊമോട്ട് ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ റിലീസും കൂടി ഇതാണ്. അത് എനിക്ക് തന്നെ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐക്കൺസിൻ്റെ കൂട്ടം ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ഒരു രീതിയിലും സിനിമയെ കണക്ട് ചെയ്യുന്ന ആളല്ല.